ഹലോ, ഞാൻ ദേവിക. ഇന്നത്തെ വീഡിയോ നമ്മളെ വടകരക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ വടകരയിലെ ക്വീൻസ് റോഡിൽ സൺഡേ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി സൺഡേ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നാലും ഞാൻ എന്നാണ് ഇത് അറിയുന്നത്. കോൺവെൻറ്റ് റോഡിൽ നിന്ന് ക്വീൻസ് റോഡിലേക്ക് അങ്ങനെയായിരുന്നു ഞാൻ കയറിയത്. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടി ഷോപ്സ് കാണുന്നുണ്ട്, ഭയങ്കര ഒച്ചയും ബഹളവും ഉണ്ട്, കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങനെ നടന്ന് പഴയ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സൺഡേ മാർക്കറ്റ് എന്നുള്ള രൂപത്തിൽ അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. സോ ഞാൻ തിരിച്ചു പോയി ഓരോ കുട്ടി ഷോപ്സ് വിസിറ്റ് ചെയ്തു. അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കി. അപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത് കമ്മലുകളുണ്ട്, മാലകളുണ്ട്, പിന്നെ ബേക്കറി ഐറ്റംസ്, അതായത് മിച്ചർ, തക്കാളി നുറുക്ക്, ചിപ്സ് എന്നിങ്ങനത്തെ പാക്ഡ് ഐറ്റംസ്, പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്, 100 രൂപയ്ക്കുള്ള പാൻ്റ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സ് ഉണ്ട്, അച്ചാറുകളുണ്ട്, പിന്നെ ഈ പനങ്കൽക്കണ്ട, പിന്നെ പുൽത്തൈലം, അങ്ങനെ പിന്നെ മുടി കൊഴിച്ചലിന് വേണ്ടിയിട്ടുള്ളൊരു എണ്ണ ഉണ്ട്. അങ്ങനെ ഒരുപാട് തരം സാധനങ്ങൾ അവിടെ വെക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇതറിഞ്ഞ് പോകുമ്പോൾ തിരക്ക് കൂടുമെന്ന്. കാരണം അവിടെ ഏകദേശം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, പൈസ കുറച്ചിട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വടകരയ്ക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന സൺഡേ മാർക്കറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. പോവുക, അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങുക. ഭയങ്കര ഒരു അടിപൊളി സെറ്റപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം അവിടെ പോയാൽ അവിടെ നടന്നുകൊണ്ടാണ് അവിടുത്തെ എല്ലാ ഷോപ്പിലും കയറുക ഇറങ്ങുക. അപ്പോൾ നമ്മൾ ചിലപ്പം ദാഹിക്കുന്നവരാണെങ്കിൽ അവിടെ തന്നെ ബത്തക്ക വെള്ളമുണ്ട്, പിന്നെ പ്രഥമൻ്റെ പായസം, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ പായസം അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കി ഒരു പ്രഥമൻ പായസം അച്ഛൻ കുടിച്ചു. ആൻഡ് അച്ഛനത് ഒരുപാട് ഇഷ്ടമായി. 50 റുപ്പീസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനെ അതും ആ ഒരു ചെറിയ സെറ്റപ്പും അവിടെ ഉണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ സൺഡേസ് ഷുവറായിട്ടും വിസിറ്റ് ചെയ്യുക.